വീരന്മാർക്കും ഇതിഹാസങ്ങൾക്കും രാഷ്ട്രങ്ങൾക്കും മുൻപ്, സമാധാന യുഗത്തിനും മുമ്പ് നിത്യതയുടെ അരികിൽ ഏറ്റുമുട്ടിയ രണ്ട് ദൈവങ്ങളുണ്ടായിരുന്നു. ഒരാൾ നാശത്തിന്റെ ശക്തി പ്രയോഗിച്ചപ്പോൾ മറ്റൊരാൾ സൃഷ്ടിയുടെ ശക്തിയെ ആവാഹിക്കുകയാണ് ചെയ്തത്. ഗോസ്റ്റ് ഓഫ് ഉച്ചീഹ ഗോഡ് ഓഫ് ഷിനോബിനെ കണ്ടുമുട്ടിയപ്പോൾ ഭൂമി പിളർന്ന് ആകാശമലറി ചരിത്രം തന്നെ പിറക്കുകയായിരുന്നു അവിടെ. ഇച്ഛാശക്തി ജീവിതത്തെ തന്നെ ഭരിക്കുന്ന പ്രകൃതിയുടെ ശക്തിയോടെ ഒരാൾ നിന്നപ്പോൾ അവനെതിരെ കണ്ണുകളുടെയും വെറുപ്പിന്റെയും ഒരു രാക്ഷസൻ ഉയർന്നു വന്നു. യുദ്ധത്തിനായി തന്നെ കെട്ടിച്ചമച്ച ഒരു യമധർമ്മനെ പോലെ. അതെ, വെളിച്ചവും നിഴലും വിധിയും ധിക്കാരവും ഈ രണ്ട് ടൈറ്റനുകൾ ഏറ്റുമുട്ടിയപ്പോൾ ടൈൽഡ് ബീസ്റ്റുകളുടെ ഇൻഡിപെൻഡന്റ് പവേഴ്സ് പോലും വെറും ധൂളിക്ക് സമം. വിധിയുടെ രണ്ട് സഹോദരന്മാർ, യുദ്ധത്തിന്റെ രണ്ട് രാജാക്കന്മാർ, തലമുറകളായി പ്രതിധ്വനിക്കുന്ന മരണനൃത്തത്തിൽ കുടുങ്ങിക്കിടക്കുന്നവർ. സമാധാനത്തെക്കുറിച്ച് സ്വപ്നം കണ്ടവനും ദൈവങ്ങൾക്ക് അതീതമായ ശക്തി തേടിപ്പോയവനും തമ്മിലുള്ള ഒരു യുദ്ധം. സെയ്ജ് ഓഫ് സിക്സ് പാത്തിന്റെ മക്കളായ അസുര ഉത്സുക്കിയുടെയും ഇന്ദ്ര ഉത്സുക്കിയുടെയും റീഇൻകാർണേഷനായി നറൂട്ടോ യൂണിവേഴ്സിൽ കാണുന്ന ആദ്യത്തെ രണ്ട് റൈവൽസ്. അസുരയുടെ പിൻഗാമികളായ സെഞ്ചു ക്ലാനിനെ റെപ്രസെന്റ് ചെയ്ത് സാക്ഷാൽ ഗോഡ് ഓഫ് ഷിനോബി എന്ന അപരനാമമുള്ള സാക്ഷാൽ ഹാഷിറാമ സെഞ്ചു യുദ്ധത്തിനായി ഇറങ്ങുമ്പോൾ ഇന്ദ്ര ഉത്സുക്കിയുടെ പാരമ്പര്യമുള്ള ക്ലാനുകൾ അല്ലെങ്കിൽ വംശങ്ങളിൽ വെച്ച് ഏറ്റവും ഭയാനകമായ സാക്ഷാൽ ഉച്ചീഹ ക്ലാനിന്റെ പ്രതിനിധിയായി ഗോസ്റ്റ് ഓഫ് ഉച്ചീഹയായി മാറിയ സാക്ഷാൽ മാതറ ഉച്ചീഹ. അതെ, സുഹൃത്തുക്കളിൽ നിന്ന് കാലാന്തരത്തിന്റെ തന്നെ ഏറ്റവും വിധിയുടെ തന്നെ ഏറ്റവും വലിയ ശത്രുക്കളായി മാറിയവരുടെ ആ ഒരു യുദ്ധത്തിന്റെ ഫൈനൽ ഔട്ട്കം എന്തായിരിക്കും? നമുക്ക് നോക്കാം. ഹാഷിറാമ സെഞ്ചു വേഴ്സസ് മാതറ ഉച്ചീഹ. ഓക്കെ ഫൈൻ, ഗോഡ് ഓഫ് ഷിനോബിയും ഗോസ്റ്റ് ഓഫ് ഉച്ചീഹയും തമ്മിൽ ഏറ്റുമുട്ടിയാൽ എന്തായിരിക്കും ഉണ്ടാവുക? ഇതിന്റെ ആൻസർ ഒട്ടുമിക്ക സീരീസ് കണ്ടോ എല്ലാവർക്കും മനസ്സിലാവുമെങ്കിലും ഫുൾ ഓൺ പവർ പൊട്ടൻഷ്യൽ. ഞാനിവിടെ പറയുന്നത് വാറാർക്കിൽ എഡോ ടെൻസയാൽ റീഇൻകാർണേറ്റ് ചെയ്യപ്പെട്ട സെയ്ജ് ഓഫ് സിക്സ് പാത്തിന്റെ റിനഗൻ പൊസസ് ചെയ്യുന്ന ആ ഒരു മാതറ ഉച്ചീഹ, 10 ടൈൽസ് ജൂവി ആയിട്ടുള്ള മാതറ ഉച്ചീഹയും സാക്ഷാൽ ഗോഡ് ഓഫ് ഷിനോബി ആയിട്ടുള്ള ഹാഷിറാമ സെഞ്ചുവും തമ്മിലുള്ള ഏറ്റുമുട്ടലിന്റെ അവസാന ഔട്ട്കം എന്തായിരിക്കും? എൻറ്റയർ നാറൂട്ടോ വേഴ്സിൽ മാതറ വേഴ്സസ് ഹാഷിറാമ എന്ന് പറയുന്ന കോൺസെപ്റ്റ് എടുത്തു നോക്കുകയാണെങ്കിൽ 4 തവണയാണ് ഇവർ തമ്മിലൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നത്. സോ അതിൻ്റെ ഔട്ട്കംസും നമ്മൾ വീഡിയോയുടെ അവസാനം പറയുന്നതായിരിക്കും. ഇപ്പോൾ നമുക്ക് രണ്ടുപേരുടെയും വെവ്വേറെ തിരിച്ച് അവരുടെ ഏറ്റവും വലിയ പവർ സെറ്റുകൾ നോക്കിയിട്ട് അവസാനം ഒരു കൺക്ലൂഷനിൽ എത്താം. ആദ്യം തന്നെ സാക്ഷാൽ മാതറ ഉച്ചീഹ, ദ കംപ്ലീറ്റ് പവർ സെറ്റ് ആൻഡ് ഫുൾ ഡീറ്റെയിൽഡ് കമ്പൈലേഷൻ ആയിരിക്കും നമ്മൾ പറയാൻ പോകുന്നത്. അതായത് ബേസിൽ നിന്ന് തുടങ്ങി ഗോഡ് ടയർ മാതറ വരെയുള്ളത്. ഓക്കെ, ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് വേർഷൻ ബേസ് മാതറ, അതായത് ഷാരിംഗൺ അവൈക്കൻ ചെയ്യുന്നതിന് മുമ്പുള്ള മാതറയുടെ പവേഴ്സ്. എക്സെപ്ഷണൽ ചക്ര റിസർവ് ഉണ്ടായിരുന്നു മാതറയ്ക്ക്. ബാക്ക് സ്റ്റോറി മാങ്കയിലൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഉച്ചീഹ വംശത്തിൽ തന്നെ നമ്മുടെ കുട്ടിയായിരുന്ന മാതറേനെ പോലും സെഞ്ചു ക്ലാൻ പേടിക്കുന്നുണ്ടായിരുന്നു. കാരണം മോൺസ്ട്രസ് ചക്ര മാതറയ്ക്ക് ഉണ്ടായിരുന്നു. ഇനി ജീനിയസ് ലെവൽ കോമ്പാക്റ്റ് ഇൻസ്റ്റിങ്ക്റ്റ് കുട്ടിയായിരുന്നപ്പോൾ തന്നെ, അതായത് ബേസ് മാതറയ്ക്ക് തന്നെ ഉണ്ടായിരുന്നു. അതായത് ഹാഷിറാമ ആയിട്ടുള്ള ഒരു റോക്ക് ത്രോയിങ് ബാറ്റിൽസ് ഉണ്ട്, ഒരു ചെറിയ യുദ്ധം. ആ ഒരു ടൈമിൽ പോലും ജീനിയസ് ലെവലായിട്ടുള്ള ഒരു കോമ്പാക്റ്റ് ഇൻസ്റ്റിങ്ക്റ്റ് മാതറയ്ക്ക് അന്നേ ഉണ്ടായിരുന്നു. അടുത്തതെന്ന് നോക്കുകയാണെങ്കിൽ സുപ്പീരിയർ ഫിസിക്കൽ കണ്ടീഷനിങ്, അതായത് അഡൽസ് ആയിട്ടുള്ള എനിമി ക്ലാൻസ്, അതായത് എനിമി ക്ലാൻസ് എന്ന് ഇവിടെ പറയുന്നത് സെഞ്ചുവും ഉസുമാക്കിയൊക്കെ ആട്ടോ. ഉസുമാക്കിയുടെയും സെഞ്ചുവിൻ്റെയൊക്കെ പവർ ലെവൽസ് നമുക്കറിയാലോ. അത്തരം ക്ലാനുകളുടെ അഡൽസ് ആയിട്ടുള്ള ആൾക്കാരെ പോലും ഈവൻ ആസ് എ കിഡ് മാതറ ഡിഫീറ്റ് ചെയ്തിട്ടുണ്ടെന്ന് മാങ്കയിൽ പറയുന്നുണ്ട്. സീരീസിലാണേലും അതിനെ സൂചിപ്പിക്കുന്ന തരത്തിൽ 2-3 സെൻറ്റൻസ് മാതറയ്ക്ക് ബിൽഡപ്പ് കൊടുക്കുന്ന രീതിയിൽ അവൻ്റെ അനിയനായിട്ടുള്ള ഇസോണ ഉച്ചിഹ പറയുന്നുണ്ട്. സോ ഫസ്റ്റ് ആൻഡ് ഏറ്റവും ബേസ് ഫോം ആയിട്ടുള്ള മാതറയ്ക്ക് ഇത്രയും പവേഴ്സ് ഉണ്ടായിരുന്നു. ഇനിയിപ്പം സെക്കൻഡ് മോഡിൽ നോക്കാം. അതായത് ഷാരിംഗൺ മാതറ, 3 ടൊമോയുള്ള ഷാരിംഗനുള്ള മാതറയുടെ ആ പവേഴ്സ് നോക്കുകയാണെങ്കിൽ എൻഹാൻസ്ഡ് പെർസെപ്ഷൻ, അതായത് ഷാരിംഗൺ എബിലിറ്റീസ് എല്ലാം കിട്ടും. എൻഹാൻസ്ഡ് പെർസെപ്ഷൻ കിട്ടും, ചക്രയിനെ കാണാൻ പറ്റും, മൂവ്മെൻറ്റിനെ കോപ്പി ചെയ്യാൻ പറ്റും, ഇല്യൂഷൻസ് ഉണ്ടാക്കാൻ പറ്റും, പ്രെഡിക്റ്റീവ് മോഷൻ റീഡിങ്, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മൂവ്മെൻറ്റ് കോപ്പി അടിക്കാനുള്ള ഇത്, ഗെൻജിത്സു കാസ്റ്റിംഗ്, ഇല്യൂഷൻസ് അറിയാലോ, ഷാരിംഗൺ ലെവലായിട്ടുള്ള ഇല്യൂഷൻസ് എല്ലാം ചെയ്യാൻ പറ്റും. പാരലൈസിങ് ഗെൻജിത്സു ആണ്. ഒരു മൈൻഡ് അറ്റാക്കിനെ പറ്റുന്ന, ഒരു സബ്റ്റിലായിട്ടുള്ള മൈൻഡ് അറ്റാക്കിനെ പറ്റുന്ന എല്ലാം സാധാരണ ഷാരിംഗൺ 3 ടൊമോയുള്ള ഷാരിംഗൻ ഉപയോഗിച്ച് മാതറയ്ക്ക് ചെയ്യുവാൻ പറ്റുമായിരുന്നു. അതേപോലെ തന്നെ
ഗെഞ്ചിറ്റ്സു റിഫ്ലക്ഷനും ഇദ്ദേഹത്തിന് സാധിക്കുമായിരുന്നു. ഏതെങ്കിലും ഒരാൾ ഗെഞ്ചിറ്റ്സു ഇദ്ദേഹത്തിന് നേരെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വീക്കർ ആയിട്ടുള്ള ഗെഞ്ചിറ്റ്സു ആണെങ്കിൽ അതിനെ റിഫ്ലക്റ്റ് ചെയ്യാനുള്ള കാസ്റ്ററിന് തന്നെ പണി കൊടുക്കാനുള്ള ഒരു പണിയും ഈ മാതരയ്ക്ക് അറിയായിരുന്നു. ഇനി വെപ്പൺ പ്രിസിഷൻ, അതായത് കുണയെ വെച്ചുള്ള, അതായത് ആ ഷുരിക്കനും കുണയൊക്കെ വെച്ചുള്ള ആക്യുറസി അന്യായമായിട്ടാണ് ഡേറ്റ ബുക്കിൽ മാതരയെ പറ്റി പറഞ്ഞിരിക്കുന്നത്. വെപ്പൺ പ്രിസിഷൻ 100% ആണ്. ഇനി ചക്ര ഫ്ലോ മാനിപ്പുലേഷനും ഈ ബേസിക് ആയിട്ടുള്ള ഷരിങ്കൻ മാതരയിലും ഉണ്ടായിരുന്നു. അതായത് എൻഹാൻസ്ഡ് ആയിട്ടുള്ള എല്ലാ ടൂൾസും ബ്ലേഡ്സും യൂസ് ചെയ്യാനുള്ള ചക്ര ഫ്ലോയുള്ള മാനിപ്പുലേറ്റഡ് ആയിട്ടുള്ള വേർഷൻ ആയിരുന്നു സാധാരണ ഷരിങ്കൻ 3 ടൊമോയ് വേർഷൻ ആയിട്ടുള്ള മാതര ഉച്ചിഹയ്ക്ക് ഉണ്ടായിരുന്നത്. ഇനി മൂന്നാമത്തെ വേർഷൻ മാംഗെക്യോ ഷരിങ്കൻ മാതര അല്ലെങ്കിൽ MS മാതര എന്ന് പറയാം. ഇസൂണയുടെ മരണശേഷം, അതായത് മാതരയുടെ സഹോദരന്റെ മരണശേഷമാണ് മാതര മാംഗെക്യോ ഷരിങ്കൻ അവൈക്കൻ ചെയ്തത്. നറൂട്ടോ ഡേറ്റ ബുക്കിലും നറൂട്ടോപീഡിയ എന്ന് പറയുന്ന ഫാൻഡത്തിലും അടിവരയിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. നറൂട്ടോ യൂണിവേഴ്സിൽ മാംഗെക്യോ ഷരിങ്കനുള്ള മാതരയുടെ ഫുൾ പൊട്ടൻഷ്യൽ നമ്മളെ കാണിച്ചിട്ടില്ല സീരീസിൽ. കേട്ടല്ലോ, സീരീസിൽ കാണിച്ചിട്ടില്ല എന്നാണ് അവിടെ അടിവരയിട്ട് ഫാൻഡത്തിൽ പറയുന്നത്. എന്നിരുന്നാലും മാംഗെക്യോ ഷരിങ്കൻ മാതരയ്ക്ക് കിട്ടിയിരുന്നത് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഗെഞ്ചിറ്റ്സു ആണ്. അറിയാലോ, മാതരയുടെ മാംഗെക്യോ ഷരിങ്കൻ ഗെഞ്ചിറ്റ്സു എന്ന് പറയുന്നത് ടെയിൽഡ് ബീസ്റ്റിനെ കൺട്രോൾ ചെയ്യാൻ തക്ക പവറിലുള്ള മാംഗെക്യോ ഷരിങ്കൻ തന്നെയായിരുന്നുവെന്ന് നിസ്സംശയം പറയാം. ഇനി സുസാനോ കംപ്ലീറ്റ് ഫോംസ് അൺലോക്ക്ഡ് ആണ്. അതായത് മാതര ക്യാൻ യൂസ് എവറി ലെവൽ ഓഫ് സുസാന സീംലെസ്ലി വിത്ത് ജസ്റ്റ് ഹിസ് പ്രസൻസ് ഓഫ് മൈൻഡ്. അതായത് റിപ്കേജ് ആയിട്ടുള്ള സുസാനോ, സ്കെലിറ്റൽ സുസാനോ, ആർമേഡ് സുസാനോ, പെർഫെക്റ്റ് ഹ്യൂമനോയിഡ് സുസാനോ. അതിൽ ഈ പെർഫെക്റ്റ് ഹ്യൂമനോയിഡ് സുസാനോ വൺ ഓഫ് ദി ടോളസ്റ്റ് ഇൻ സീരീസ് ആണ് കേട്ടോ, കമ്പാരിറ്റീവ്ലി ബാക്കിയുള്ള സുസാനോസിനെയൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ. അതോടൊപ്പം തന്നെ ചക്ര എൻഹാൻസ്ഡ് ആയിട്ടുള്ള വെപ്പൺസും ഈ മാംഗെക്യോ ഷരിങ്കൻ്റെ കൂടെ തന്നെ കിട്ടുന്നതാണ്. നമുക്കറിയാം സുസാനോ യൂസ് ചെയ്യുന്നത് എന്തൊക്കെയാണ്? ജൈജാൻറ്റിക് ആയിട്ടുള്ള ബ്ലേഡ്, ബോയും ആരോയും, അതായത് അമ്പും വില്ലും, ഡ്യുവൽ കട്ടാന, പിന്നെ യസാക്ക മാഗതാമ, എനർജി ബ്ലേഡ്സ്. ഇതുപോലെ ചക്ര എൻഹാൻസ്ഡ് ആയിട്ടുള്ള വെപ്പൺസ് ഒക്കെ യൂസ് ചെയ്ത ഒന്നൊന്നര യോദ്ധാക്കളിൽ ഒരു ഉച്ചീഹ തന്നെയാണ് ഈ പറയുന്ന ഗോസ്റ്റ് ഓഫ് ഉച്ചീഹ. ഇനി എൻഹാൻസ്ഡ് ഡ്യൂറബിലിറ്റിയും റിഫ്ലെക്സും പെർസെപ്ഷനും ഒന്നാമതേ ഉണ്ടായിരുന്നു. മാംഗെക്യോ ഷരിങ്കൻ കിട്ടിയപ്പോൾ അതിൻ്റെ എല്ലാം എൻഹാൻസ്ഡ് വേർഷൻ തന്നെ കിട്ടി. റെഗുലർ ഷരിങ്കൻ യൂസേഴ്സിൽ നിന്നും റെഗുലർ മാംഗെക്യോ ഷരിങ്കൻ യൂസേഴ്സിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരു 4-5 പടി മുന്നിൽ തന്നെയായിരുന്നു മാതരയുടെ മാംഗെക്യോ ഷരിങ്കൻ മോഡിലിരിക്കുന്ന മാതര. എടുത്തു പറയുകയാണെങ്കിൽ മാങ്കയിൽ ഡിസ്ട്രക്ഷൻ ഐ ടെക്നിക് എന്ന് പറയുന്ന ഒരു സാധനം നമ്മുടെ ലോറിൽ അല്ലെങ്കിൽ മാങ്കയിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു ബ്ലാക്ക് ഫ്ലെയിംസ്, അമട്ടറാസും അല്ല, ബട്ട് ഒരു അൺനോൺ മാംഗെക്യോ ഷരിങ്കൻ ടെക്നിക് യൂണീക്ക് ടു മാതര. സോ ആ ഒരു പവർ ഇതിൻ്റെ അകത്ത് ഞാൻ ഇൻക്ലൂഡ് ചെയ്തെന്നേ ഉള്ളൂ. ഇനി നാലാമത്തെ വേർഷൻ ഓഫ് മാതര എറ്റേണൽ മാംഗെക്യോ ഷരിങ്കൻ അല്ലെങ്കിൽ EMS മാതര. ഈ ഒരു ഫോമിൽ നിൽക്കുന്ന മാതരയാണ് സാക്ഷാൽ ഗോഡ് ഓഫ് ഷിനോബിയോട് ലാസ്റ്റ് ആൻഡ് ദ ഫൈനൽ വാലിയിൽ ഫോർട്ട് ചെയ്യുന്ന മാതര. ഈ ഒരു മാതരയുടെ ഈ ഒരു ടൈമിൽ എറ്റേണൽ മാംഗെക്യോ ഷരിങ്കൻ മാതരയ്ക്ക് ഉണ്ട്. EMSന്റെ അപ്ഗ്രേഡ് എന്നൊക്കെ പറയുകയാണെങ്കിൽ ബ്ലൈൻഡ്നെസ് ഉണ്ടാവുകയില്ല. അതായത് മാംഗെക്യോയുടെ ഒരു ഡ്രോബാക്ക് ആയിരുന്നല്ലോ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടുന്നത്, അതുണ്ടാവുകയില്ല. ലാർജറായിട്ടുള്ള സുസാനോ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ചക്ര ഔട്ട്പുട്ട് എന്ന് പറയുന്നത് മാസീവ്ലി ബൂസ്റ്റ് ചെയ്യുന്ന ഒരു സാധനം തന്നെയാണ്. ഫിസിക്കൽ സ്റ്റാറ്റ് എല്ലാം തന്നെ ബൂസ്റ്റ് ആകും. ഗെഞ്ചിറ്റ്സു നിയർ കാഗെ ബ്രേക്കിംഗ് ലെവൽസ്, അതായത് സാധാരണ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ഷിനോബി ആയിട്ടുള്ള കാഗേനെ റെസിസ്റ്റ് ചെയ്യാൻ തരത്തിലുള്ള, കാരണം മിക്ക കാഗേകൾക്കും ഒട്ടുമിക്ക എല്ലാ ഗെഞ്ചിറ്റ്സുവിൽ നിന്ന് റെസിസ്റ്റ് ചെയ്യാൻ പറ്റും, ബട്ട് കാഗെ ബ്രേക്കിംഗ് ലെവൽസിലുള്ള ഗെഞ്ചിറ്റ്സു കാസ്റ്റ് ചെയ്യാൻ EMS മോഡിലുള്ള മാതരയ്ക്ക് സാധിച്ചിരുന്നു. അതേപോലെ തന്നെ മച്ച് ഫാസ്റ്റർ പെർസെപ്ഷൻ ആയിരുന്നു, മച്ച് ഫാസ്റ്റർ. പിന്നെ നിയർലി പെർഫെക്റ്റ് കൺട്രോൾ ഓവർ സുസാനോ ആൻഡ് കുറാമ. സുസാനോനെയും കുറാമേനെയും ഒരേപോലെ തന്നെ പെർഫെക്റ്റ്ലി കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു ആളെന്ന് വേണമെങ്കിൽ സീരീസിൽ ഷോ ചെയ്തേക്കുന്ന രീതിയിൽ നമുക്ക് പറയാൻ പറ്റുന്നത് മാതര ഉച്ചിഹ തന്നെയാണ്. എടുത്തു നോക്കിക്കോണം, കുറാമേനെയും ടെയിൽഡ് ബീസ്റ്റുകളെയും എല്ലാം ടൈം ചെയ്യുന്നല്ല, ഒരു സുസാനോയും കുറാമയും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരാൾ. സോ എറ്റേണൽ മാംഗെക്യോ ഷരിങ്കനുള്ള മാതരയ്ക്ക് ഒരു പെർഫെക്റ്റ് സുസാനോ കാസ്റ്റ് ചെയ്തിട്ട് കുറാമേനെ 9 ഡേയ്സിനെ വരെ കൺട്രോൾ ചെയ്യുവാൻ സാധിച്ചിരുന്നു. അതേപോലെ തന്നെ കുറാമയും സുസാനോ ആയിട്ടുള്ള ആർമറിനെ മെർജ് ചെയ്ത് ഇദ്ദേഹം തന്നെയാണ്. ഇതിൽ നിന്ന് അദ്ദേഹം സുസാനോ കുറാമോ അവതാർ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടെന്ന് തന്നെ പറയാം. ഇതോടൊപ്പം തന്നെ സാധാരണ ഷരിങ്കൻ കഴിഞ്ഞു മാംഗെക്യോ ഷരിങ്കനിൽ നിന്നും കിട്ടുന്ന എൻഹാൻസ്ഡ് റീജനറേഷൻ ആൻഡ് സ്റ്റാമിന തന്നെ ഇദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി. അതായത് ഹാഷിറാമ എന്ന് പറയുന്ന ആ ഒരു ഗോഡ് ഓഫ് ഷിനോബിയോട് 24 hours സ്ട്രെയിറ്റ് നിന്ന് ഫൈറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് എ ചൈൽഡ്സ് പ്ലേ ബ്രോ. സോ എന്തൊക്കെയാണെങ്കിലും ഇത്രയും കാര്യങ്ങൾ നമ്മുടെ എറ്റേണൽ മാംഗെക്യോ ഷരിങ്കനുള്ള മാതരയ്ക്ക് ചെയ്യുവാൻ സാധിച്ചിരുന്നു. ഇനി റെനഗൻ മാതരയെ പറ്റി നോക്കാം. അതായത് ഹാഷിറാമ സെൽസ് കിട്ടിക്കഴിഞ്ഞപ്പോൾ മാതര റിനഗൻ അങ്ങോട്ട് ആക്ടിവേറ്റ് ചെയ്തു. അതായത് ജീവിതം തീരാറായപ്പോൾ അതിൻ്റെയൊക്കെ കഥ നമുക്കറിയുന്നതാണ്. ഏതായാലും റെനഗൻ മാതര മോഡിൽ കിട്ടുന്ന പവേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ റെനഗൻ എബിലിറ്റീസ് ഓഫ് കോഴ്സ്
ദേവാപാത്തിൽ തന്നെ റിപ്പൾഷനും അട്രാക്ഷനും പിന്നെ പ്ലാനറ്ററി കോർ ക്രിയേഷനും ഇദ്ദേഹത്തിന് സാധിച്ചിരുന്നു. രണ്ടാമത്തെ പ്രേതാപാത്തിലൂടെ ചക്ര അബ്സോർപ്ഷൻ നടന്നു. നിൻജുത്സു, സെൻജുത്സു, ചക്ര വെപ്സൺസ് എല്ലാം തന്നെ ഈ പ്രേതാപാത്ത് അബ്സോർബ് ചെയ്യുകയാണ് ഉണ്ടായത്. മൂന്നാമത്തെ പവറായിട്ടുള്ള അസുരാപാത്ത്, അതായത് മെക്കാനിക്കൽ ഓഗ്മെന്റേഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റി, ചക്ര കനോൺസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. ഇനി നാലാമത്തെ പാത്തായിട്ടുള്ള ഹ്യൂമൻസ് പാത്ത് എടുത്താലോ ഏതൊരാളുടെ സോളിനെയും എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റും, മൈൻഡ് റീഡ് ചെയ്യാൻ പറ്റും. അഞ്ചാമത്തെ പവറായിട്ടുള്ള നരകപാത്തിൽ കിങ് ഓഫ് ഹെല്ലിനെ തന്നെ സമ്മൺ ചെയ്യുവാൻ വേണ്ടി സാധിച്ചു. അനിമൽ പാത്ത് നോക്കുകയാണെങ്കിലോ റിനഗൻ തന്നെ പൊസസ് ചെയ്യുന്ന കുറേ അനിമൽ സമ്മണിങ് ഉണ്ടല്ലോ, ജൈൻറ്റ് ഡോഗ്സ്, ബേർഡ്സ്, സെന്റിപിറ്റ്സ്, അതിനെല്ലാം തന്നെ സമ്മൺ ചെയ്യാൻ പറ്റും. ഇനി ഏഴാമത്തെ പവറായിട്ടുള്ള ഔട്ടർ പാത്ത് നോക്കുകയാണെങ്കിൽ ഒരു റിസീവർ റോഡ്സ്, ചക്ര ട്രാൻസ്മിഷന്, കൺട്രോൾ ഓവർ എഡോട്ടൻസൈ ബോഡീസ്, ഗെഡോ സ്റ്റാച്യു, റിവൈവൽ ഓഫ് ദി ഡെഡ്, ഇത്രയും തന്നെ പവർ ഔട്ടർ പാത്തിൻ്റെ ഓരോ യൂണീക് പവേഴ്സിൻ്റെ കൂടെ ലഭിക്കുകയാണ്. ഇതിൽ നമ്മുടെ എക്സെപ്ഷനായിട്ട് യൂണീക്കായിട്ട് എടുത്ത് പറയേണ്ടത് ലിംബോ ആണ്, അതല്ലെങ്കിൽ ബോർഡർ ജയിൽ എന്നൊക്കെ പറയും. ഇതൊരു എക്സ്ക്ലൂസീവ് എബിലിറ്റി തന്നെയാണ്. മാദ്രയുടെ യൂണീക്ക് റിനഗൻ പവറായിട്ടാണ് ലിംബോയിനെ കണക്കാക്കുന്നത് തന്നെ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻവിൻസിബിൾ ക്ലോൺസിനെ പാരലൽ പ്ലെയിനിൽ ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് അത് റിനഗനുള്ള ഒരാൾക്കോ സേജ് മോഡിലുള്ള ഒരാൾക്കോ കാണാൻ വരെ പറ്റത്തുള്ളൂ. അതും ഉപയോഗിച്ചിട്ട് അറ്റാക്ക് ചെയ്യാൻ സാധിക്കും, ഡിഫെൻഡ് ചെയ്യാൻ സാധിക്കും, റീസ്ട്രൈറ്റ് ചെയ്യാൻ സാധിക്കും, ഇൻ്റർസെപ്റ്റ് ചെയ്യാനും സാധിക്കും. ഇത് വൺ ഓഫ് ദി മാദ്ര സ്ട്രോങ്ങസ്റ്റ് എബിലിറ്റി, യൂണീക്ക് എബിലിറ്റീസ് തന്നെയാണ് ഈ ലിംബോ എന്ന് പറയുന്ന ഒരു മോഡ്. സോ റിനഗൻ മാദ്രയ്ക്ക് ഇത്രയും ചെയ്യാൻ പറ്റും. ഇനി അടുത്ത മോഡാണ് സേജ് മോഡ് മാദ്ര, അല്ലെങ്കിൽ 10 ടൈൽസ് അബ്സോർബ്ഡ് ആയിട്ടുള്ള സേജ് മോഡ് മാദ്ര. ഇതും ഹാഷിറാമയുടെ സേജ് മോഡ് ഷോർട്ട്ലി ഒന്ന് റിവൈവൽ ചെയ്തതിന് ശേഷം മാദ്ര ഗെയിൻ ചെയ്തിരിക്കുന്ന ഒരു പവറാണ്. ഈ ഒരു സേജ് മോഡ് എൻഹാൻസ്മെൻറ്റ് നമുക്കറിയാലോ, ഹ്യൂജ് ബൂസ്റ്റ് ടു റിഫ്ലെക്സ് കിട്ടും, ഡ്യൂറബിലിറ്റി ഇൻക്രീസ് ആകും, നേച്ചറിൻ്റെ ചക്രനെ സെൻസ് ചെയ്യാൻ പറ്റും, സെൻജിറ്റ്സുവിനെ എംപവേർഡ് ചെയ്ത് സ്ട്രൈക്ക് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ ട്രൂത്ത് സീക്കിംഗ് ഓബ്സിനെ ഹാം ചെയ്ത് എനിമീസിലേക്കൊക്കെ വിടാനൊക്കെ പറ്റും. സോ ഇത് ബേസിക് ആയിട്ടുള്ള സേജ് മോഡിൻ്റെ എല്ലാ പവറും മാദ്രയ്ക്ക് കൊടുക്കുന്നതാണ്. ഇനി 10 ടൈൽസ് ജിൻജുർക്കി മാദ്രയുടെ കാര്യം നോക്കിയാലോ, അല്ലെങ്കിൽ ജൂബി ജിൻജുർക്കി ആയിട്ടുള്ള നമ്മുടെ ഈ സ്വന്തം മാദ്ര വന്നാലോ, അതായത് ഈ ഒരു മാദ്രയാണ് ഏറ്റവും പവർഫുൾ മാദ്ര. മാദ്രാസ് ഗോട്ട് ദ ട്രാൻസ്ഫോർമേഷൻ തന്നെ പറയാം. ജിൻജുർക്കി അപ്ഗ്രേഡ് തന്നെ അറിയാലോ, മാസീവ് ചക്ര സർപ്ലസ് കിട്ടും. റീജനറേഷൻ എന്ന് പറയുന്നത് ഗോഡ് ലെവലായിരിക്കും. ഹീലിംഗ് റീജനറേഷൻ എന്നൊക്കെ പറയുന്നത് ഇമ്മോർട്ടൽ പോലെ തന്നെയായിരിക്കും. ഫ്ലൈറ്റ്, പറക്കാനുള്ള ശക്തി കിട്ടും. അതേപോലെ തന്നെ സ്പീഡ്, നമ്മുടെ നാറൂട്ടോ വേഴ്സിലെ സ്പീഡ് സ്റ്റർ എന്ന് പറയുന്ന മിനാട്ടോ നാമിക്കാസിനെ പോലെ സർപ്രസ് ചെയ്യാൻ വേണ്ടി ഈ ഒരു മാദ്ര ഫോമിന് സാധിക്കും. കമ്പയറബിൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടറിനെ പറയുകയാണെങ്കിൽ ഞാൻ കാഗുയനെയൊക്കെ വെച്ച് പറയുള്ളൂ. സോ ആ ഒരു രീതിയിലാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് 10 ടൈൽസ് ജിൻജുർക്കി മാദ്രേനെ. അതായത് ഇത്രയും സംഭവങ്ങളെല്ലാം ഉണ്ട് സേജ് മോഡിൽ, എല്ലാ സാധനവും ഇങ്ങനെ ഇരിക്കുകയാണ്. അതേപോലെ തന്നെ ട്രൂത്ത് സീക്കിംഗ് ഓപ്സിനെ ഷേപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും, സെൻജുറ്റ്സു എൻഹാൻസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഡിസ്ട്രക്റ്റീവ് പവർ എന്ന് പറയുന്നത് ഡൈമെൻഷണൽ ലെവലാണ്, അറിയാലോ. അതിൽ തന്നെ ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ട്രൂത്ത് സീക്കിംഗ് ഓപ്സിൻ്റെ ആ ഒരു സ്ഫിയേഴ്സ് വെച്ചിട്ട് തന്നെ പറയാൻ പറ്റുന്നത് മോളിക്കുലർ ലെവലിനെ എന്നാത്തിനെ വേണേലും എറൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഏതൊരു വെപ്പൺസിനെ ഷേപ്പ് ചെയ്ത് ഷീൽഡ് ആക്കാൻ പറ്റും. അതേപോലെ തന്നെ എല്ലാ തരത്തിലുള്ള നിൻജിറ്റ്സുവിനും, അതായത് സെൻജിറ്റ്സു ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ നിൻജിറ്റ്സുവിനെയും ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അതിൻ്റെ കൂടെ 6 പാത്ത് സേജ് ചക്രയും കൂടെ കിട്ടിക്കഴിയുമ്പോൾ എല്ലാത്തിൻ്റെ റെസിസ്റ്റൻസായി ഡിവൈൻ പവർ ടെക്നിക്സ് കിട്ടിയിട്ടുണ്ട്. 6 പാത്ത് യിൻ യാങ് റിലീസും കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് നമ്മുടെ ലൈറ്റ് ഫാങ്, അതായത് ഷൈനിങ് ബ്ലേഡ് ഉണ്ടല്ലോ, ലേസർ ലൈക്ക് സ്ലാഷ് ഫാസ്റ്റർ ദാൻ ലൈറ്റ് ആയിട്ടുള്ള ആ ഒരു സാധനം. അത് ഇമ്പോസിബിൾ ടു ഡോഡ്ജ് എന്നാണ് നാറൂട്ടോയുടെ ഡേറ്റാ ബുക്ക് പറയുന്നത്. കൺഫേംഡ് ആണ്. അതിനെ ഇത് ചെയ്യാൻ പറ്റത്തില്ല, ഡോഡ്ജ് ചെയ്യാൻ പറ്റില്ല എന്നാണ് ഡേറ്റാ ബുക്ക് വരെ പറയുന്നത്. അതുകൂടാതെ തന്നെ ആക്ടിവേറ്റ് ചെയ്യുന്നത് ഇൻഫിനിറ്റ് സൂക്കിയോമി, ഓൺലി പോസിബിൾ ബിക്കോസ് ഓഫ് റെനെ ഷാരിങ്കൻ ഉണ്ട്, ഗോട്രിയുടെ പവർ ഉണ്ട്, മൂൺസ് റിഫ്ലക്ഷൻ ഉണ്ട്. മാദ്ര സക്സസ്ഫുള്ളി അതെല്ലാം കൊണ്ട് ഇതിനെ കാസ്റ്റ് ചെയ്യുകയാണ്. സോ ഇതൊക്കെ ഒരു തരത്തിലൊരു പദ്ധതിയാണെങ്കിലും ഇത്രയും പവറുള്ള ഒരാൾക്കും ഇത് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താനാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. മനസ്സിലായി കാണുമല്ലോ. ഇപ്പം പറഞ്ഞതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും, റെനെ ഷാരിങ്കൻ മാദ്ര ഇത് ഫൈനൽ എവല്യൂഷൻ തന്നെയായിരുന്നു. എബിലിറ്റീസ് മറ്റേതിൻ്റെ എല്ലാം തന്നെ എൻഹാൻസ്ഡ് വേർഷൻ കൂട്ടിക്കോ. സ്പേസ് ടൈം മാനിപ്പുലേഷൻ പറ്റും, ഇൻഫിനിറ്റ് സൂക്കിയോമി പറ്റും, ഗോഡ് ലെവൽ ഗെൻജിറ്റ്സു പറ്റും, ഫുൾ കൺട്രോൾ ഓവർ ദ ട്രീ എന്ന് തന്നെ പറയാം. ഡയമെൻഷണൽ അവയർനെസ് ഉണ്ട്, ഹയ്യർ പ്രീ റെക്കഗ്നീഷൻ പവർ ഭയങ്കര കൂടുതലായിരിക്കും. അതുപോലെ തന്നെ നിൻജിറ്റ്സു മാസ്റ്ററി ഭയങ്കരമായിരിക്കും. ഫയർ റിലീസ്, എർത്ത് റിലീസ്, വാട്ടർ റിലീസ്, വിൻഡ് റിലീസ്, ലൈറ്റ്നിങ് റിലീസ്. അതിൽ ഏറ്റവും ബേസ് അല്ലെങ്കിൽ അവൻ്റെ ഏറ്റവും ഉച്ചിഹയുടെ ഏറ്റവും മാദ്രയുടെ ഏറ്റവും കോറായിട്ടുള്ള റിലീസ് ഫയർ റിലീസ് തന്നെയാണ്. അതിൽ തന്നെ അദ്ദേഹം ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. അതേപോലെ തന്നെ ഇൻ റിലീസ്, ഉച്ചിഹയുടെ ട്രേഡ് മാർക്കായിട്ടുള്ള ഗെൻജിറ്റ്സു, മെൻ്റൽ മാനിപ്പുലേഷൻ അതെല്ലാം നടക്കും. യാങ് റിലീസായിട്ടുള്ള, അതായത് എൻഹാൻസ്ഡ് വിറ്റാലിറ്റിയും റീജനറേഷനും കിട്ടും. അതേപോലെ തന്നെ ഇത് രണ്ടും കൂടെ കോമ്പൈൻ ചെയ്ത് ഇൻ യാങ് റിലീസ് അല്ലെങ്കിൽ 6 പാത്തിൻ്റെ എല്ലാ നിൻജിറ്റ്സുവിനെ നെഗേറ്റ് ചെയ്യാനുള്ള ഒരു പവറും ഈ ഒരു റെനെ ഷാരിങ്കൻ മാസ്റ്ററി നിൻജിറ്റ്സു മാസ്റ്ററിൽ നിന്ന് ലഭിക്കുന്നത് തന്നെയായിരിക്കും.
അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട കാര്യമാണ് മാദ്രയുടെ ഫയർ റിലീസ് കാറ്റോൺ എക്സ്ട്രീം പവർ ആയിരിക്കും. അതായത് ഫയർ ജുറ്റ്സ് ഒന്നാമതേ ലെജൻഡറി ആണ്, അതിൻ്റെ കൂടെ ഇത്രയും ഓവർ പവേർഡ് ആയിട്ടുള്ള ഒരാളുടെ കിട്ടിയ എങ്ങനെയായിരിക്കും? ഗ്രേറ്റർ ആയിട്ടുള്ള ഫയർ അനാഗുലേഷൻ ആയിരിക്കും. അതേപോലെ തന്നെ ഫയർ ഡ്രാഗൺ ഫ്ലെയിം ബുള്ളറ്റ് എന്ന് പറയുന്ന ടെക്നിക്കൊക്കെ ഉണ്ട്. ലാൻഡ്സ്കേപ്പിന് തന്നെ സ്കോർ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ മജസ്റ്റിക് ഡിസ്ട്രോയർ ഫ്ലെയിംസ് എന്ന് പറയുന്ന സിറ്റി ലെവൽ ഡിവാസ്റ്റേഷൻ ഫ്ലെയിംസിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇതിനൊപ്പം തന്നെ ഇദ്ദേഹത്തിൻ്റെ ഇൻ്റലിജൻസും ടാക്ടിക്സും ഒരു നല്ല മിലിറ്ററി സ്ട്രാറ്റജിസ്റ്റ് ആണ്, ബാറ്റിൽ ഫീൽഡ് മാനിപ്പുലേറ്റർ ആണ്. അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് ഒബീറ്റോ, നഗാറ്റോ, കബൂട്ടോ. ഇവരൊക്കെ ഇൻഡയറക്ട്ലി അല്ലെങ്കിൽ വേറൊരു രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ മാദ്ര ഉച്ചിഹ തന്നെയാണ്. ഇത് ഇദ്ദേഹത്തിൻ്റെ വൺ ഓഫ് ദി സ്ട്രോങ്ങസ്റ്റ് പവർ തന്നെയാണ്, ഇൻ്റലിജൻസ് ആൻഡ് ടാക്ടിക്സ്. അതും സെഞ്ചുറീസ് ലോങ് പ്ലാൻസ് അദ്ദേഹത്തിനുള്ളത്. ജീനിയസ് ലെവലായിട്ടുള്ള സെൻസറി ആൻറ്റിസിപ്പേഷൻ ഉണ്ട്. ഏതൊരു സാഹചര്യത്തിനെ അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന, മിഡ് ബാറ്റിൽ അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കപ്പാസിറ്റി മാദ്രയ്ക്ക് ഉണ്ട്. ഇനി ഡ്യൂറബിലിറ്റിയും ഹീലിയുടെയും കാര്യം ഞാൻ പറഞ്ഞതാണ്. ബേസ് മാദ്രയും എഡോ മാദ്രയും ടെൻഡൽസ് മാദ്രയും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ അത് വെച്ചൊന്ന് കമ്പയർ ചെയ്താൽ തന്നെ മതി. ഇനി അദ്ദേഹം യൂസ് ചെയ്യുന്ന മെയിൻ വെപ്പൺസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വാർ ഫാൻ ഉണ്ട് അദ്ദേഹത്തിൻ്റെ ഗൺ ബായ് എന്ന് പറയുന്നത്. പിന്നെ ഷൂരിക്കൻ, കുണായ്, ചക്ര റോഡ്സ്, അതേപോലെ തന്നെ കുറച്ച് അതിൻ്റെ തന്നെ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഉള്ള കാര്യങ്ങൾ. അതൊന്നും അധികം പ്രാധാന്യം അർഹിക്കുന്നില്ലെങ്കിൽ കൂടി ഇറ്റ് ഈസ് യൂസ്ഡ് ബൈ മാദ്ര ഉച്ചിഹ, ദ ഗോസ്റ്റ് ഓഫ് ഉച്ചിഹ ഹിംസെൽഫ്. അത് മതി അതിൻ്റെ ആ ഒരു റേഞ്ച് തന്നെ മാറ്റിമറിക്കാൻ. ഇനി എൻ്റെ രീതിയിൽ ഞാൻ ഇതിനെ ഒന്ന് ചാർട്ട് ചെയ്യുകയാണെങ്കിൽ, കുട്ടിയായിട്ടുള്ള മാദ്ര ഒരു ഹൈ ചുനീൻ ലെവലായിട്ടുള്ള ഒരാളായിരുന്നു. 3 ടോമോയ് ഷെരിങ്കനുള്ള മാദ്ര ഒരു കാഗെ ലെവലായിട്ടുള്ള ഒരാളായിരുന്നു. മാങ്കിഗ്യോ ഷെരിങ്കൻ അവൈക്കൻ ചെയ്ത മാദ്ര ഒരു എലൈറ്റ് കാഗെ തന്നെയായിരുന്നു. ഇനി എറ്റേണൽ മാങ്കിഗ്യോ ഷെരിങ്കൻ അവൈക്കൻ ചെയ്ത മാദ്ര എന്ന് പറയുന്നത് നിയർലി ഹാഷുറാമ ലെവലിന് ഞാൻ പറയും. പെർഫെക്റ്റ് സുസാനുള്ള മാദ്ര എന്ന് പറയുന്നത് ഒരു മൗണ്ടൻ ലെവൽ ഗോഡാണ്. റെനഗൻ മാദ്ര എന്ന് പറയുന്നത് എല്ലാ കാഗേനെ സർപ്രൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു പവർ എൻറ്റിറ്റി. സെയ്ജ് മോഡായിട്ടുള്ള മാദ്ര എന്ന് പറയുന്നത് നിയർലി ഗോഡ് ടയർ ആണ്. 10 ടൈൽസ് ജിഞ്ചുറുക്കി ആയിട്ടുള്ള മാദ്ര ഗോഡ് ടയർ തന്നെയാണ്. റിനെ ഷെരിങ്കൻ ഫൈനൽ ഫോമിലെ നിയർ കാഗുയ ലെവൽ എന്ന് തന്നെ ഞാൻ പറയും, നിയർ കാഗുയ ലെവൽ. സോ ഇതെല്ലാം ജസ്റ്റ് ഒന്ന് എൻ്റെ ഒരു ഫാൻ ഫിക്ഷൻ രീതിയിൽ ഞാൻ കമ്പാരിസൺ ചെയ്തതാണ്. ഉറപ്പായിട്ട് ഇതിൻ്റെ അകത്ത് കുറേ വ്യത്യാസങ്ങളൊക്കെ കാണാം, കാരണം ഞാൻ ഒരു രീതിയിലാണല്ലോ കണ്ടത്. നിങ്ങളുടെ പെർസെപ്ഷൻ വേറെ തന്നെയായിരിക്കും. ഞാൻ ഒരു കൺക്ലൂഷനിൽ എത്തിയത് ഇതുപോലൊക്കെയാണെന്നുള്ളൂ. ഉറപ്പായിട്ട് നിങ്ങൾക്ക് എതിർത്ത് കൊണ്ട് കമൻറ്റ് ചെയ്യാവുന്നതാണ്. ജസ്റ്റ് മൈ പെർസെപ്ഷൻ ആ ഒരു രീതിയിൽ എടുത്താൽ മതി. ഓക്കെ, ഇനിയിപ്പം ഇത്രയൊക്കെ പവറുള്ള മാദ്രയ്ക്ക് സാക്ഷാൽ ഹാഷിറാമ സെഞ്ചു ഗോഡ് ഓഫ് ഷിനോബിനെ തോൽപ്പിക്കുവാൻ സാധിക്കുമോ? ഇനി നമുക്ക് ഗോഡ് ഓഫ് ഷിനോബിയുടെ പവർ സെറ്റ് നോക്കാം. ആദ്യം തന്നെ ഒരു പവറിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മളൊരു കാര്യം ഓർക്കണം. ഈ ഒരു ഇത്രയും ഉച്ചസ്ഥാനിയിൽ എത്തിയ ഈ ഒരു മാദ്രയ്ക്ക് ഇങ്ങനെ ഒരു പവർ കിട്ടിയത് റിനഗൻ എന്ന് പറയുന്ന ആ ഒരു കണ്ണ് കാരണമാണ്. ഈ റിനഗൻ കിട്ടണമെങ്കിൽ ഒന്നെങ്കിൽ ഡയറക്റ്റ് ഫൈനൽ ബോസ് ആയിട്ടുള്ള സെയ്ജ് ഓഫ് സിക്സ് പാത്ത് അല്ലെങ്കിൽ ഹോഗറോമോ ഓട്സുക്കി നേരിട്ട് ഗ്രാൻഡ് ചെയ്യണം. ഇല്ലെങ്കിൽ അസുരയുടെയും ഇന്ദ്രയുടെയും ആ ഒരു ചക്ര കോമ്പൈൻ ചെയ്താലേ കിട്ടത്തുള്ളൂ. ഇതിൽ അസുരയുടെ ഡയറക്റ്റ് ഇൻകാർണേഷനാണ് നമ്മുടെ ഹാഷിറാമ സെഞ്ചു, ഇന്ദ്രയുടെ ഡയറക്റ്റ് ഇൻകാർണേഷനാണ് നമ്മുടെ മാദ്ര ഉച്ചിഹ. ഇത് രണ്ടും കൺഫേം ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങളൊരു കാര്യം ആലോചിക്കേണ്ടത്, ഹാഷിറാമ എന്ന് പറയുന്ന തൻ്റെ എറ്റേണൽ റൈവലിൻ്റെ സെൽസ് ഉപയോഗിച്ചിട്ടാണ് മാദ്രയ്ക്ക് ഈ ഒരു റിനഗൻ തന്നെ അവൈക്കൺ ചെയ്യാൻ പറ്റിയത്. ഓഫ് കോഴ്സ് അദ്ദേഹത്തിൻ്റെ ടാക്ടിക്സ് ആയിരിക്കാം, അദ്ദേഹത്തിൻ്റെ പഴയ പദ്ധതികളും മറ്റേതായിരിക്കാം. ബട്ട് സ്റ്റിൽ ഹാഷിറാമ സെൽസ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ വെറും കോശങ്ങളാണ് ഈ ഒരു എൻറ്റയർ നറൂട്ടോ സീരീസിൻ്റെ കാതൽ. പവർ സോഴ്സിൻ്റെയൊക്കെ ഏറ്റവും വലിയ പവർ ഹൗസ് എന്ന് പറയാൻ പറ്റുന്നത് ഹാഷിറാമ സെൽസ് തന്നെയാണ്. സോ അത് വെച്ച് ഞാൻ തുടങ്ങിയതേ ഉള്ളൂ. ഏതായാലും നമുക്ക് ഹാഷിറാമ സെഞ്ചുവിൻ്റെ കംപ്ലീറ്റ്ലി പവർ സെറ്റ് നമുക്ക് നോക്കിയേക്കാം. ഫുൾ ബ്രേക്ക് ഡൗൺ. ബേസ് ഹാഷിറാമ എന്ന് തന്നെ തുടങ്ങിയേക്കാം. അതായത് സെയ്ജ് മോഡിന് മുമ്പുള്ള ബേസ് ഹാഷിറാമ. നറൂട്ടോ ഡേറ്റാ ബുക്കിനെ ആധാരമാക്കിയാണ് ഞാൻ ഈ പവർ സെറ്റ് പറയുന്നത്, കേട്ടുകൊള്ളുക. ബേസ് ഹാഷിറാമയ്ക്ക് ഗോഡ് ടയർ ചക്ര റിസർവ് ആണ് ഉണ്ടായിരുന്നത്. അതായത് ഫാർ ഗ്രേറ്റർ ദാൻ മാദ്രയുടെ ബേസ് ചക്ര. ഇതിനൊരു എക്സാമ്പിളായിട്ട് നറൂട്ടോ ഡേറ്റാ ബുക്കിൽ പറയുന്നത് ഭയങ്കര മാസീവായിരുന്നു. എന്താണ് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറാമ പോലും അവനെ അറ്റാക്ക് ചെയ്യാൻ ഹെസിറ്റേറ്റ് ചെയ്തു. ഏബിൾ ടു ഫൈറ്റ് ഫോർ ഡേയ്സ് നോൺ സ്റ്റോപ്പ് അഗെയിൻസ്റ്റ് മാദ്ര. അതും അദ്ദേഹത്തിന് ഒരു ക്ഷീണവും ഇല്ലായിരുന്നു. അതേപോലെ തന്നെ ഇന്നേറ്റ് സെഞ്ചു ലൈഫ് ഫോഴ്സ് ആണ് ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. റെഡിക്കുലസ് സ്റ്റാമിന, ഇൻസെയിൻ ഫിസിക്കൽ സ്ട്രെങ്ത്, നിയർ ലിമിറ്റ്ലെസ് വിറ്റാലിറ്റി ആൻഡ് ഹൈ റെസിസ്റ്റൻസ് ടു പോയിസൺസ് അല്ലെങ്കിൽ ഏതൊരു തരത്തിലുള്ള ഡിസീസും. ഇനി നേച്ചർ എനർജി കമ്പാറ്റബിലിറ്റി നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെർഫെക്റ്റ് സെയ്ജ് മോഡ് കോമ്പാറ്റബിലിറ്റിയോട് കൂടിയാണ് അദ്ദേഹം ജനിച്ചത് തന്നെ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വേറൊരു ട്രെയിനിങ്ങിൻ്റെ ആവശ്യമൊന്നും ഇല്ലായിരുന്നു സെയ്ജ് മോഡിൽ എത്താൻ വേണ്ടി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് നേച്ചർ എനർജി എവിടെ നിന്ന് വേണമെങ്കിലും ഫൈറ്റിങ്ങിൻ്റെ ഇടയ്ക്ക് നിന്ന് ഗ്യാദർ ചെയ്യാൻ എടുക്കുവാൻ പറ്റുമായിരുന്നു. അതേപോലെ തന്നെ റോ ഫിസിക്കൽ സ്ട്രെങ്ത് നോക്കുകയാണെങ്കിൽ ലാൻഡ്സ്കേപ്പിനെ ഷട്ടർ ചെയ്യാൻ പറ്റുന്ന പോലെയാണ് അദ്ദേഹത്തിൻ്റെ ശക്തി ഇരിക്കുന്നത്. ഫിംഗർ ടിപ്പിൻ്റെ പ്രഷർ ഉപയോഗിച്ച് ഒരു കല്ല് പൊട്ടിക്കാൻ പറ്റും. ഇതിനൊരു എക്സാമ്പിളായിട്ട് അദ്ദേഹത്തിൻ്റെ തന്നെ അനിയൻ്റെ ഒരു സീനുണ്ട്. അത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. ഒരു ഫിംഗർ ടിപ്പ് ഇങ്ങനെ പൊക്കിയപ്പോൾ നമ്മുടെ സാസ്കെ ഉച്ചിഹ ഒന്ന് ജസ്റ്റ് ഒന്ന് പേടിച്ചായിരുന്നു. ജസ്റ്റ് ഞാൻ ഇച്ചിരി എക്സാജറേറ്റ് ചെയ്ത് പറഞ്ഞതുകൊണ്ട്, ബട്ട് ജസ്റ്റ് നിങ്ങൾക്ക് അതൊന്ന് മൈൻഡിലേക്ക് വരുത്താൻ വേണ്ടി.
സോ എന്താണേലും നറൂട്ടോ ഫാൻറ്റംസ് ആൻഡ് നറൂട്ടോ പീഡിയ എന്ന് പറയുന്ന ആ ഒരു ഏറ്റവും വലിയ നറൂട്ടോയുടെ കമ്മ്യൂണിറ്റിയിൽ പറയുന്നതനുസരിച്ച് പെർഫെക്റ്റ് സുസാനോനെ ബ്ലോ ചെയ്യാൻ പറ്റും ബേസ് ഫോമിൽ തന്നെ. ആർക്ക്? ഹാഷിറാമ സെഞ്ചുവിന്. ഇനിയിപ്പോൾ സ്പീഡ് ആൻഡ് റിഫ്ലെക്സ് നോക്കിയാണല്ലോ, EMS മാതരയോട് കിടനിൽക്കുന്ന തരത്തിൽ, അതായത് എറ്റേണൽ മാങ്കേഷ്കിയോ ഷെറിംഗൺ അവേക്കൺ ചെയ്ത മാതരയോട് കിടനിൽക്കാൻ പറ്റുമായിരുന്നു ബേസ് ഫോമിലുള്ള ഹാഷിറാമ സെഞ്ചുവിന്. കുറാമയുടെ ടെയിൽ അറ്റാക്സിനെയൊക്കെ ഇഷ്ടംപോലെ ഡോഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ എൻറ്റയർ ബാറ്റിൽ ഫീൽഡിൽ ഓടി നടന്ന് യുദ്ധം ചെയ്തിട്ടുണ്ട്. ടൈജുറ്റ്സു മാസ്റ്ററിയാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത്. ഹാൻഡ് ടു ഹാൻഡ് സ്റ്റൈലിൽ ചക്ര ബ്രേസിംഗ് എന്ന് പറയുന്ന ഒരു ടെക്നിക്കുണ്ട്. അതിൻ്റെയൊക്കെ ഒരു മാസ്റ്റർ ആയിരുന്നു ഈ പറഞ്ഞ ഹാഷിറാമ സെഞ്ചു. അദ്ദേഹത്തിന് വെറുതെ ഒന്നും ഏതായാലും ഈ ഗോഡ് ഓഫ് ഷിനോബി എന്ന് വിളിക്കത്തില്ലല്ലോ. സോ സുസാനോനെ ഔട്ട് സ്മാർട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഊഹിക്കാന്നുള്ളൂ അദ്ദേഹത്തിന്റെ ബേസ് ഫോമിലുള്ള ശക്തി എത്രയായിരുന്നെന്ന്. ബേസ് ഫോമിൽ തന്നെ വെപ്പൺ മാസ്റ്ററി ഉണ്ട് കേട്ടോ. ജൈന്റ് ചക്രാസോഡ്, ഷക്കു അല്ലെങ്കിൽ മോങ് സ്റ്റാഫ്, വുഡ് സ്റ്റൈൽ ക്രിയേറ്റഡ് വെപ്പണറി, അദ്ദേഹമൊക്കെ അത് യൂണീക്കായിട്ട് കണ്ടുപിടിച്ച കാര്യങ്ങൾ തന്നെയാണ്. അതിലേക്ക് നമുക്ക് വരാം. അതായത് വുഡ് റിലീസ്, മൊക്കുട്ടൻ, ഹാഷിറാമയുടെ സിഗ്നേച്ചർ പവർ ആയിട്ടുള്ള വുഡ് റിലീസ്. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ മോസ്റ്റ് വേഴ്സറ്റൈൽ നേച്ചർ ട്രാൻസ്ഫോർമേഷൻ ഇൻ ദ എൻറ്റയർ സീരീസിൽ തന്നെ ഏറ്റവും വേഴ്സറ്റൈൽ എന്ന് തന്നെ പറയാം. വുഡ് റിലീസ് വരുന്നത് തന്നെ എർത്ത് റിലീസും വാട്ടർ റിലീസും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ്. അത് സെഞ്ചു ലൈഫുമായിട്ട് എൻഹാൻസ് ചെയ്തിട്ട് ഒരു സേജ് ബോർഡ് വരെ ആംപ്ലിഫൈ ചെയ്ത ഒരു പവറായിരുന്നു നമ്മുടെ ഈ സ്വന്തം ഹാഷിറാമ സെഞ്ചുവിന് ഉണ്ടായിരുന്നത്. അതിൽ തന്നെ വുഡ് റിലീസ് സ്കിൽസിൽ തന്നെ അദ്ദേഹത്തിൻ്റെ വുഡ് ക്ലോൺ ടെക്നിക്ക്, വുഡ് ഡ്രാഗൺ ജിറ്റ്സു, അതിലെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചക്രനെയൊക്കെ ഡ്രെയിൻ ചെയ്ത് ടെയിൽഡ് ബീസ്റ്റിനെ ബൈൻഡ് ചെയ്ത് കുറാമേനെ റീസ്ട്രെയിൻ ചെയ്തിട്ട് ഏതൊരു തരത്തിലുള്ള ബിജു ബോംസിനെ ബ്ലോക്ക് ചെയ്യാൻ പറ്റും ഈ വുഡ് ഡ്രാഗൺ ജിറ്റ്സുവിന്. അതേപോലെ തന്നെ വുഡ് ലോക്കിംഗ് വാൾസ്, ലാർജ് സ്കെയിലായിട്ടുള്ള ഒരു ഡിഫെൻസീവ് ബാരിയർ തന്നെയാണ്. അതേപോലെ തന്നെ വേൾഡ് ഓഫ് ഫ്ലവറിംഗ് ട്രീസ് എന്ന് പറയുന്ന ടെക്നിക്കൊക്കെ ഉണ്ട്. ഒരു ഫോറസ്റ്റ്, ഒരു സിറ്റിയുടെ സൈസിലുള്ള ഫോറസ്റ്റ് ക്രിയേറ്റ് ചെയ്യും. എന്തിനാണെന്നറിയോ? എനിമീസിനെ സ്ലീപ്പിലേക്ക് ആക്കാൻ. മാസീവ് ബാറ്റിൽ ഫീൽഡ് കൺട്രോളാണ് ഈ ഒരു പവർ നൽകുന്നത്. അദ്ദേഹത്തിൻ്റെ രീതിയിലാണ്, അദ്ദേഹത്തിൻ്റെ തട്ടകത്തിലാണ് ആ ഫൈറ്റ് നടക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. ഇനി അടുത്ത പവറായിട്ടുള്ള വുഡ് ഗോളം, യെസ് നമുക്കറിയാം, വൺ ഓഫ് ഹിസ് സ്ട്രോങ്ങസ്റ്റ് ക്രിയേഷൻസ് തന്നെയാണ്. ഹ്യൂമനോയിഡ് ജൈൻ്റ് ആയിട്ടുള്ള പെർഫെക്റ്റ് സുസാനോനെ ഡ്യൂറബിൾ ആയിട്ട് നിന്ന് ഫൈറ്റ് ചെയ്യാൻ സാധിക്കുന്ന, കുറാമേനെ ഫൈറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഇമ്മൻസ് പഞ്ചിങ് കപ്പാസിറ്റി ഉള്ള ഒരു ഗ്രാപ്ലിംഗ് ഫോഴ്സാണ് ഈ വുഡ് ഗോളം. അതേപോലെ തന്നെ വുഡ് ഹ്യൂമൻ, 1000 ആർമഡ് കനോൺ അവതാർ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അല്ലെങ്കിൽ ദ ജൈൻറ്റ് ബുദ്ധ സ്റ്റാച്യു വിത്ത് 1000 ഫിസ്റ്റ്. മൗണ്ടൻ ലെവൽ സ്ട്രൈക്സ് ആണ് കേട്ടോ. സർപ്രാസ് ചെയ്യാൻ പറ്റും, പെർഫെക്റ്റ് സുസാനോനെ സർപ്രാസ് ചെയ്യാൻ പറ്റുമെന്നാണ് ഈ ഡേറ്റ ബുക്കിൻ്റെ അത് പറയുന്നത്. കുറാമേനെയും സുസാനോ ആർമറുള്ള കുറാമേനെ ഓവർ പവർ ചെയ്യാൻ ഈ 1000 ആർമഡ് കാനോൺ അവതാറിന് പറ്റും. അതേപോലെ തന്നെ ഐക്കോണിക് ഫൈനൽ വാലി വെപ്പണും അദ്ദേഹം ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഡീപ്പ് ഫോറസ്റ്റ് എമർജൻസ്, എൻറ്റയർ ഫോറസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കും. അതേപോലെ തന്നെ വുഡ് സ്റ്റൈലായിട്ടുള്ള റീജനറേഷൻ സപ്പോർട്ട്, അദ്ദേഹം പെട്ടെന്ന് തന്നെ ഹീലാവും. പെട്ടെന്ന് പറഞ്ഞാൽ അത് നമ്മുടെ മാതര തന്നെ സുനാഡയോട് പറയുന്ന ഒരു കാര്യമുണ്ട്, കുറച്ച് കളിയാക്കിയാണെങ്കിലും പറയുന്നുണ്ട്, നീ ഹാഷിറാമ സെഞ്ചുവിന് വംശത്തിൽ പറഞ്ഞോളാന്ന് പോലും ഞാൻ വിശ്വസിക്കുന്നില്ല. ഹാഷിറാമ സെഞ്ചുവിന് വിരലുകൾ പോലും അനക്കാതെ ഹീൽ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള പവർ. അതിനെന്ന് വെച്ചാൽ അന്യായ ബിൽഡപ്പ്, ഏറ്റവും കൂടുതൽ നമ്മുടെ ഹാഷിറാമയ്ക്ക് ബിൽഡപ്പ് കൊടുത്തിട്ടുള്ളത് മാതര ഉച്ചിക തന്നെയാണെന്ന് ഒരു തരത്തിൽ പറയേണ്ടി വരും. അതായത് നറൂട്ടോ ഫാൻഡത്തിലെ ഏറ്റവും കൂടുതൽ ബിൽഡപ്പ് എഴുത്തുകാരനും കണ്ടിരുന്ന സ്പെക്ടേറ്റേഴ്സിനും ഇവനൊരു വലിയ സംഭവമാണെന്ന് നമുക്ക് തോന്നിപ്പിക്കുന്ന തരത്തിലൊരു ബിൽഡപ്പാണ് നമ്മുടെ മാതര ഉച്ചിഹയ്ക്ക് എഴുത്തുകാരനും കാണുന്നവർക്കും തോന്നിയെങ്കിൽ ഈ മാതര ഉച്ചിഹ ഏറ്റവും ബിൽഡപ്പ് കൊടുത്ത് പറയുന്നത് ഹാഷിറാമ സെഞ്ചുവിനെ പറ്റിയാണ്. ഇനിയിപ്പം സേജ് മോഡ് ഹാഷിറാമ സെഞ്ചുവിനെ പറ്റി പറയുകയാണെങ്കിലോ ട്രൂലി ഗോട്ടർ തന്നെ പറയാം. സേജ് മോഡിലെ ബൂസ്റ്റ് ഇപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ ഡ്രമാറ്റിക് ഇൻക്രീസ് ഇൻ സ്ട്രെങ്ത്, സ്പീഡ് മൾട്ടിപ്ലൈ ചെയ്യും ഇൻറ്റു 10x. മിനാട്ടയോ മാതരയോ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് പോലും എത്തില്ല. ഡ്യൂറബിലിറ്റി മൾട്ടിപ്ലയർ വീണ്ടും 10x കൂട്ടിക്കോ. ചക്ര സെൻസിങ്, ബാറ്റിൽ ഫീൽഡ് വൈഡ് ആയിരിക്കും അതിന്. സെഞ്ചുറ്റ്സു, എൻഹാൻസ്ഡ് പഞ്ചസ്, ഇമ്മൻസ് ബാറ്റിൽ ഫീൽഡ് കൺട്രോൾ, റെനഗൻ യൂസേഴ്സിനെ ഹാം ചെയ്യാൻ പറ്റുന്നുള്ള പഞ്ചസ് എന്നൊക്കെ പറയുമ്പോൾ ഒന്ന് ഓർത്ത് നോക്കിയാൽ മതി. ഇനിയിപ്പോൾ ഹാഷിറാമയുടെ സേജ് ബോഡിയോ, എൻ്റെ മോനെ, നേച്ചർ എനർജി നാച്ചുറലി കോൺസ്റ്റൻറ്റ് ചെയ്യുന്ന ഒരാളുടെ ദേഹം. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സേജ് മോഡ് എവിടെ നിന്ന് വേണമെങ്കിലും ആക്റ്റീവ് ആക്കാൻ പറ്റും. നമ്മുടെ നറൂട്ടോ ഒക്കെ ചെയ്ത പോലെ തന്നെ എന്നെ തുടരുത് അല്ലെങ്കിൽ എനിക്കിവിടെ നിന്ന് അനങ്ങാൻ പറ്റില്ല എന്നുള്ളൊരു സെറ്റപ്പ് ഇല്ല. അതേപോലെ തന്നെ ഒരു സെൻസറി മെഡിറ്റേഷൻ്റെ ആവശ്യവും ഇദ്ദേഹത്തിനില്ല. ഇനിയിപ്പം സേജ് മോഡ് ഫേസ് മാസ്ക്, പെർഫെക്റ്റ് സേജ് മോഡിലുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു യുണീക്ക് സേജ് പിഗ്മെൻറ്റേഷൻ പോലത്തെ ഒരു ടാറ്റു പോലത്തെ ഒരു സാധനം വരത്തില്ലേ, നോ ആനിമൽ ട്രാൻസ്ഫോർമേഷൻ ഇഷ്യൂസോ പെർഫെക്റ്റ് സേജ് മോഡിന് വേറെ ഒരു ഇംബാലൻസ് ആയിട്ടുള്ള ഇഷ്യൂസോ ഹാഷിറാമ സെഞ്ചുവിനില്ല. ഇനിയിപ്പോൾ സെഞ്ചു ഹീലിംഗ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഗോഡ് ടയർ റീജനറേഷൻ തന്നെയാണ്. പാസിയോ റീജനറേഷൻ്റെ ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ മാതര പറഞ്ഞ പോലെ ഒരു ഹാൻഡ് സൈൻ്റെ ആവശ്യമില്ല, ഒരു ചക്ര സീലിൻ്റെ ആവശ്യമില്ല, ഒരു മെഡിക്കൽ നിഞ്ചുറിൻ്റെ ആവശ്യമില്ല, ഒരു കുറാമ ചക്രയുടെ ആവശ്യമില്ല, ഒരു എക്സ്റ്റേണൽ ഹെൽപ്പിൻ്റെ ആവശ്യമില്ലാതെ ഹാഷിറാമ ക്യാൻ ഹീൽ.
ഇനിയിപ്പോൾ ലിംബ് റീഗ്രോത്ത് ചെയ്യുവാൻ നോക്കുകയാണെങ്കിൽ ഫ്ലഷ്, സ്കിന്ന്, മസിൽ, എൻ്റയർ ലിംസ് വരെ റീഗ്രോ ചെയ്യുവാൻ ഹാഷ്റാമയ്ക്ക് സാധിക്കുമെന്നാണ് ഡേറ്റ ബുക്ക് പറയുന്നത്. ഇനിയിപ്പോൾ സർവൈവൽ ഫീറ്റ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ അദ്ദേഹം സർവൈവ് ചെയ്തിട്ടുള്ള എന്തൊക്കെയാണ്? ബിജു ബോംബ്, സുസാനോ സ്ട്രൈക്സ്, മാസീവ് ബ്ലേഡഡ് അറ്റാക്സ്. കൂടുതലൊന്നും പറയണ്ട, ഏറ്റവും കോട്ടയിൽ നിൽക്കുന്ന എഡോട്ടൻസിൽ റീഇൻകാർണേറ്റ് ചെയ്യപ്പെട്ട മാതറ ഉച്ചികയോട് പോലും തോൽക്കാതെ നിൽക്കുന്ന ഒരാളാണ് ഈ ഹാഷിറാമ സെഞ്ചു വിത്ത് ജസ്റ്റ് എ റീഇൻകാർണേറ്റഡ് വേർഷൻ, നോട്ട് ആൻ അപ്ഗ്രേഡഡ് വേർഷൻ ഓഫ് എനിത്തിങ്. സോ അതിൽ നിന്ന് തന്നെ നമ്മുടെ ഹാഷിറാമ സെഞ്ചുവിൻ്റെ പവർ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഇനിയിപ്പോൾ എടുത്തു പറയാൻ വിട്ടുപോയ കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഹാഷിറാമയുടെ യുണീക്ക് സേജ് മോഡ് ടെക്നിക്സ് ഒക്കെയാണ്. അതായത് സേജ് ആർട്ട്, ഗേറ്റ് ഓഫ് ഗ്രേറ്റ് ഗോഡ് എന്നൊക്കെ പറയുന്നതുണ്ട്. അതായത് ഒരു ടാർഗറ്റിനെ ഇമ്മോബിലൈസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇതുപയോഗിച്ചിട്ടാണ് അദ്ദേഹം കുറാമേനെയും സുസാനോയുടെയും ആ ഒരു ആർമർ കോംബോ ഉണ്ടായിരുന്നല്ലോ അതിനെ ഹെൽഡ് ഡൗൺ ചെയ്തത്. ഗോട്ട് എയർ ടാർഗറ്റ്സിനെയൊക്കെ റിസ്ട്രെയിൻ ചെയ്യാൻ ഈ ഒരു ഇത് വെച്ച് പറ്റും. അതുപോലെ തന്നെ ട്രൂ സെവറൽ 1000 ഹാൻഡ്സ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1000 ഹാൻഡഡ് ബുദ്ധ, അത് സ്ട്രോങ്ങസ്റ്റ് ടെക്നിക്കാണ്. എനിക്ക് തോന്നുന്നു വൺ ഓഫ് ദി ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ടെക്നിക്കിന് എൻ്റെ നാറുട്ടോ ഫാൻഡം ഈ ഒരു ടെക്നിക്ക് തന്നെയായിരിക്കും. 1000 ജൈൻ ഫിസ്റ്റും EMS മാതരനെ പോലും സ്പീഡിൽ മറികടക്കാൻ പറ്റുന്ന പവറും പർവ്വതങ്ങളെ തകർക്കാൻ പറ്റുന്ന സ്മാഷസും ഒക്കെ ഇദ്ദേഹത്തിന് ഇതിൽ നിന്ന് പുറപ്പെടുപ്പിക്കുവാൻ പറ്റും. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ചക്ര നേച്ചേഴ്സ് അറിയാലോ. ബേസിക് നേച്ചർ തന്നെ ഹാഷിറാമ മാസ്റ്റർ ചെയ്തെന്ന് പറയുന്ന കഴിഞ്ഞിട്ടുണ്ട് എർത്ത്, വാട്ടർ, ഫയർ, ലൈറ്റ്നിങ്, വിൻഡാണ്. അതിൽ തന്നെ അഡ്വാൻസ്ഡ് ആയിട്ട് വുഡ് റിലീസ്, ബ്ലഡ് ലൈൻ രീതിയിൽ കിട്ടിയതും യാങ് റിലീസ്, അതായത് ഏറ്റവും ഗ്രേറ്റസ്റ്റ് യൂസർ ഇൻ ദ സീരീസ് ഓഫ് യാങ് എന്ന് പറയുന്നത് നമ്മുടെ ഈ പറയുന്ന ഹാഷിറാമ സെഞ്ചു തന്നെയാണ്. പിന്നെ സെഞ്ചിറ്റ്സു, സേജ് ചക്രയും അദ്ദേഹത്തിന് കിട്ടും. ഇനിയിപ്പോൾ യാങ് റിലീസ് മാസ്റ്റർ എന്ന് എടുത്തു പറയുന്നത് ഡേറ്റ ബുക്കുമാണ്, സീരീസിലും പറയുന്നുണ്ട് ഹാഷിറാമ ഈസ് ദ സ്ട്രോങ്ങസ്റ്റ് യാങ് റിലീസ് യൂസർ എവോ. ഇനിയിപ്പോൾ സെൻസറി എബിലിറ്റീസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ചക്ര മൈൽസ് അവയിൽ നിന്ന് തന്നെ സെൻസ് ചെയ്യാൻ പറ്റും. ഹോസ്റ്റലിന് ഇൻറ്റൻറ്റ് ചെയ്തുകൊണ്ട് എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ബ്ലൈൻഡ് ഫോൾഡഡ് ആണെങ്കിലും അദ്ദേഹത്തിന് യുദ്ധം ചെയ്യാൻ പറ്റും, ആരോട്? മാതൃയോട് പോലും. ഇനിയിപ്പോൾ ബാറ്റിൽ ഇൻ്റലിജൻസ് ഒക്കെ നോക്കുകയാണെങ്കിലും അദ്ദേഹം ഒരു ഒന്നാം തരം ടാക്ടീഷ്യൻ തന്നെയായിരുന്നു. മാതൃയുടെ ട്രാപ്പിനെ എല്ലാം അദ്ദേഹം തന്നെ കൗണ്ടർ ചെയ്തിട്ടുണ്ട്. ഏതൊരു കണ്ടീഷൻസിനെ ഇൻസ്റ്റൻ്റ്ലി റീഡ് ചെയ്തിട്ട് ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ അതിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ എടുക്കാൻ ഹാഷിറാമയ്ക്ക് അറിയാമായിരുന്നു. ഏതൊരു ബാറ്റിൽ ഫീൽഡിനെ കൺട്രോൾ അദ്ദേഹത്തിൽ തന്നെയായിരുന്നു. ഇനിയിപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഫുൾ ലിസ്റ്റ്, ഏറ്റവും വലിയ കാര്യങ്ങളൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ പെർഫെക്റ്റ് സുസാനോനെ ഓവർ പവർ ചെയ്തു. കുറാമേനെ മൾട്ടിപ്പിൾ ടൈമിൽ ഡിഫീറ്റ് ചെയ്തിട്ടുണ്ട്. EMS മാതരേനെ റിപ്പീറ്റഡ്ലി ഡിഫീറ്റ് ചെയ്തിട്ടുണ്ട്. 24 hours സ്ട്രെയിറ്റ് മാതരയോട് ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു തരത്തിൽ വൈറ്റ് സെറ്റ്സുവിൻ്റെ ഒറിജിൻ എന്ന് വേണമെങ്കിലും ഹാഷിറാമ സെഞ്ചുവിനെ പറയാൻ വേണ്ടി സാധിക്കും. അതേപോലെ തന്നെ എൻ്റയർ നറൂട്ടോ എറയുടെ ആ ഒരു കഥ തന്നെ ഷേപ്പ് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ പവറിലൂടെയാണ്, ഹാഷിറാമ സെൽസിലൂടെ. പിന്നെ മാതര ഏറ്റവും കൂടുതൽ ഗ്ലേസ് ചെയ്യുന്ന ഒരാൾ ഈ പറഞ്ഞ ഹാഷിറാമ തന്നെയാണ്. പിന്നെ അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന കുറേ ടൈറ്റിൽസ് ഉണ്ട്. സ്ട്രോങ്ങസ്റ്റ് കാഗെ ഇൻ ഹിസ്റ്ററി, ഗോഡ് ഓഫ് ഷിനോബി. ഇതിന് ഏറ്റവും വലിയ എക്സാമ്പിളാണ് എഡോട്ടൻസൈ വേർഷൻ ഓഫ് ഹാഷിറാമ പോലും എല്ലാവരും ഭയപ്പെടുത്തുന്നു തോന്നുന്നു തന്നെയായിരുന്നു. സോ നമ്മൾ നേരത്തെ മാതരയുടെ കാര്യം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഹാഷിറാമയെ ഞാനൊന്ന് വിലയിരുത്തുകയാണെങ്കിൽ ബേസ് ഹാഷിറാമ തന്നെ ഹൈ കാഗെ ലെവലാണ്. ഇനിയിപ്പോൾ വുഡ് സ്റ്റൈലിലുള്ള ബേസ് ഹാഷിറാമ എന്ന് പറയുന്നത് എലൈറ്റ് കാഗെ ലെവലാണ്. പാർഷ്യൽ സേജ് മോഡിലുള്ള ഹാഷിറാമ എന്ന് പറയുന്നത് EMS ഉള്ള, അതായത് എറ്റേണൽ മാങ്കിക്കോ ഷെരിങ്കനുള്ള മാതരയോട് ഈക്വലാണ്. സേജ് മോഡ് ആയിട്ടുള്ള ഹാഷിറാമ സെഞ്ചു, ഫുൾ സേജ് മോഡ് ആയിട്ടുള്ള ഹാഷിറാമ സെഞ്ചു ഗോഡ് ടയർ തന്നെയാണ്. ഇനിയിപ്പോൾ 1000 ഹാൻഡ്സ് ഉള്ള ആ ഒരു ഹാഷിറാമയാണെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് സുസാനോ റൈവൽ തന്നെയാണ്. സുസാനോ കുറാമ ആർമേർഡ് റൈവൽ എന്ന് തന്നെ പറയാം. ഇപ്പോൾ ഫൈനൽ വാല്യുള്ള ഹാഷിറാമയാണെങ്കിൽ മാതര കില്ലർ ടയർ തന്നെ പറയാം. മാതരനെ വധിക്കാൻ പക്ക അത്രയും പ്രാപ്തിയുള്ള ഒരാൾ. ഇപ്പോൾ എഡോടെൻസയിലുള്ള ഹാഷിറാമയാണെങ്കിലും സ്റ്റിൽ സ്ട്രോങ്ങസ്റ്റ് എമംഗ് ഓൾ അതർ ദാൻ എവറി ഷിനോബി. സോ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ എൻ്റെ സീരീസിൽ ഹാഷിറാമ വേഴ്സസ് മാതര ഇവർ തമ്മിൽ ഒരു ചെറിയ രീതിയിൽ തൊട്ട് വലിയ ഫൈറ്റുകൾ വരെ മൊത്തത്തിൽ 4 തവണയാണ് ഉണ്ടായത്. ഫസ്റ്റ് ഫൈറ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് റിയൽ ബാറ്റിൽ എന്ന് പറയാം, ചൈൽഡ്ഹുഡ് എറയിൽ. ഇത് സത്യം പറഞ്ഞ ഒരു 1 vs 1 അല്ല, അവർ പിള്ളേർ തമ്മിലുള്ള ഒരു അടിയായിരുന്നു. എന്നാണേലും ഈ ഒരു ടൈമിൽ മാതരയ്ക്കും ഹാഷിറാമയ്ക്കും തമ്മിലൊരു അക്നോളജ്മെൻറ്റ് ഉണ്ടായി. ഇവൻ കൊള്ളാം, ഇവൻ അറിയാം പരിപാടി എന്നുള്ള ഒരു സെറ്റപ്പ് മാതരയ്ക്കും ഹാഷിറാമയ്ക്കും തമ്മിലുണ്ടായി. ബട്ട് സ്റ്റിൽ ആ ഒരു കുഞ്ഞ് ഫൈറ്റിൽ പോലും ഹാഷിറാമ നമ്മുടെ മാതരനെ ഓവർ പവർ ചെയ്യുന്നുണ്ട്. സോ ഫൈറ്റ് കൗണ്ട് 1. ഇനിയിപ്പോൾ രണ്ടാമത്തെ ഫൈറ്റ് നോക്കുകയാണെങ്കിൽ എറ്റേണൽ മാങ്കിക്കോ ഷെരിങ്കനുള്ള മാതരയും ഹാഷിറാമയും തമ്മിലാണ് യുദ്ധം ചെയ്യുന്നത്. അനിയനെ കൊന്നതിൻ്റെ ആ ഒരു വെറിയോടെ നിൽക്കുന്ന മാതര. ബട്ട് ആ ഒരു ടൈമിൽ ഏറ്റവും വലിയ മാസീവ് ബാറ്റിലാണ് ഇവർ തമ്മിലുണ്ടാകുന്ന ഡ്യുവലിൽ, ആദ്യത്തെ ഏറ്റവും വലിയ മാസീവ് ബാറ്റിൽ. ആ ഒരു ടൈമിലും നമ്മുടെ മാതര ലോസ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ തോറ്റുപോയി. എറ്റേണൽ മാങ്കിക്കോ ഷെരിങ്കൻ ഉണ്ടായിട്ടും ഹാഷിറാമേനെ ഓവർ പവർ ചെയ്യാൻ സാധിച്ചില്ല. സോ രണ്ടാമത്തെ ഫൈറ്റിലും ഹാഷിറാമ തന്നെ ജയിച്ചു. മൂന്നാമത്തെ ഫൈറ്റാണ് ദ ഫൈനൽ വാലി ഫൈറ്റ്. ഇത് ഒരു ലെജൻഡറി ബാറ്റിൽ തന്നെയാണ്, എല്ലാവർക്കും അറിയുന്നത് തന്നെയായിരിക്കും. കുറാമയും സുസാനോ ആർമറും ഒരുമിച്ച് മാതര അൺലീഷ് ചെയ്തു. ഹാഷിറാമ സേജ് മോഡും വുഡ് സ്റ്റൈലും
ട്രൂ സെവറൽ 1000 ഹാൻഡ്സ് ഓഫ് ബുദ്ധ എന്ന് പറയുന്ന ടെക്നിക്കും യൂസ് ചെയ്തു. ഹാഷ്റാമ ഒടുക്കം മാതരനെ കൊല്ലുകയാണുള്ളത്, അല്ലെങ്കിൽ അദ്ദേഹം അങ്ങനെ വിചാരിച്ചു എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. ആ ഒരു ഫൈറ്റിലും ഹാഷ്റാമയ്ക്ക് തന്നെയായിരുന്നു മുൻതൂക്കം കൂടുതൽ. ബട്ട് സ്റ്റിൽ ഹാഷ്റാമിനെ വേർപ്പിക്കാൻ നമ്മുടെ മാതരയ്ക്ക് സാധിച്ചു. ഇനി നാലാമത്തെ ഒരു ഫൈറ്റായിട്ട് എഡോ മാതര വേഴ്സസ് എഡോ ഹാഷ്റാമ, അല്ലെങ്കിൽ റീഇൻകാർണറ്റ് വേർഷൻ ഓഫ് ബോത്ത് എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഒരു ടൈമിൽ മാത്രമാണ് കുറച്ചെങ്കിലും ഒരു ഈക്വൽ രീതിയിൽ ഹാഷ്റാമ വേഴ്സസ് മാതര ഫൈറ്റ് വന്നത്. അതെങ്ങനെ വന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ഹാഷ്റാമയുടെ സെൽസും ഹാഷ്റാമയുടെ സേജ് മോഡും അതിൽ നിന്ന് കിട്ടിയ റെന്നെ ഷെരിങ്കനും റെന്നഗനും അതെല്ലാം കൂടെ കൂട്ടുകയാണ്. ബട്ട് ഒരു ഷോർട്ട് ഫൈറ്റ് തന്നെയായിരുന്നു, ഫുൾ പവറിലല്ല. അതായത് അവർക്ക് രണ്ടുപേർക്കും രണ്ട് മെയിൻ എയിംസ് ഉണ്ടായിരുന്നുകൊണ്ട് ഇവരങ്ങോട്ടും ഇങ്ങോട്ടും തോപ്പിക്കുവാൻ ഹാഷ്റാമയും ശ്രമിച്ചില്ല, മാതരയും ശ്രമിച്ചില്ല എന്ന് വേണമെങ്കിൽ പെട്ടെന്ന് പറയാം. കാരണം അവർക്ക് അവിടെ 10 ടൈൽസ് ജൂബിയുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ മാതരയ്ക്ക് പ്ലാൻ ഫുള്ള് പൂർത്തീകരിക്കണം. അതിൻ്റെ ഇടയ്ക്ക് ഹാഷ്റാമിനെ കണ്ടു വീണ്ടും അങ്ങനത്തെ കുറച്ച് ഒരു ഫുള്ളി ഒരു അലമ്പ് പിടിച്ച ഒരു ടൈമിലുള്ള ഒരു ആർക്കിലുള്ള ഒരു ഫൈറ്റ് തന്നെയായിരുന്നല്ലോ അത്. സോ ആ ഒരു ടൈമിലും ഒരു ഡ്രോ അല്ലെങ്കിൽ ഈക്വൽ ആയിട്ട് തന്നെയാണ്, ഒരു കൺക്ലൂഷൻ ഇല്ലാത്ത രീതിയിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് സമാപിപ്പിക്കാം. സോ കൺക്ലൂഡ് ചെയ്യാനായിട്ട് ഹാഷ്റാമ വിൻസ് ഇൻ ദ റിയൽ ലൈഫ് ടൈം ബാറ്റിൽസ് എന്ന് തന്നെ പറയാം. അതായത് മാതരയ്ക്ക് ഹാഷ്റാമയോട് ഒരു കിടപിടിക്കുന്ന രീതിയിൽ പോലും ഒരു പവർ കിട്ടിയത് സത്യം പറഞ്ഞാൽ ഗോട്ട് ലെവൽ ആയിട്ടുള്ള റെന്നെ ഷെരിങ്കൻ കിട്ടിയതിന് ശേഷം മാത്രമാണ് അദ്ദേഹത്തിന് ഒരു ഈക്വൽ എന്നുള്ളതൊക്കെ പറയാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് എനിക്ക് കണ്ടിട്ട് മനസ്സിലായത്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ആരായിരിക്കും ഇങ്ങനത്തെ ഒരു ഫൈറ്റിൽ ഏറ്റവും പ്യൂറസ്റ്റ് ഫോമിൽ നിൽക്കുന്ന ആ ഒരു ഫൈറ്റിൽ ജയിക്കുന്നത്? ബട്ട് സ്റ്റിൽ ഞാൻ ഇപ്പോഴും പറയുന്നു, റെന്നെ ഷെരിങ്കനും 10 ടൈൽസ് ജൂബിയുടെ പവർ ഉണ്ടെങ്കിൽ കൂടി സ്റ്റിൽ ഹാഷ്റാമ വിൽ വിൻ എന്നാണ് എൻ്റെ ഒരു ഫൈനൽ കൺക്ലൂഷൻ. ആൻഡ് ഫൈനലി നാറൂട്ടോ സീരീസ് തന്നെ നമുക്കറിയാലോ, ഹെയ്റ്റ് ആൻഡ് പവറിലേക്കുള്ള അതിയായ ആഗ്രഹം കൊണ്ട് എത്ര ഉന്നതയിൽ നിൽക്കുന്ന ആൾക്കാണേലും നാശം സംഭവിക്കുന്നെന്ന് ഈ റൈറ്റർ കാണിച്ചു തരികയാണ്. അതിന് ഏറ്റവും വലിയ എക്സാമ്പിളാണ് ഈ ഒരു റൈവൽറിയാണ് പിന്നീട് സാസ്കെ വേഴ്സസ് നാറൂട്ടോയിലേക്ക് വരുന്നത്. ഇന്ദ്ര വേഴ്സസ് അസുറയിൽ തുടങ്ങി, ഹാഷ്റാമ വേഴ്സസ് മാതരയിലെ ഉച്ചകോടിയിലെത്തി, അത് കഴിഞ്ഞിട്ട് നാറൂട്ടോ വേഴ്സസ്, അതായത് ഹാഷ്റാമയും മാതരയും ചെയ്തതിൻ്റെ ഒന്നും ആ ഒരു ഫൈറ്റ് ലെവലിനെ എനിക്ക് തോന്നുന്നു അതിനോട് കിടപിടിക്കുന്ന രീതിയിൽ തന്നെയാണ് നാറൂട്ടോ വേഴ്സസ് സാസ്കെ ഫൈറ്റ് ചെയ്തിരിക്കുന്നത്. ബട്ട് സ്റ്റിൽ നമുക്ക് ഈ ബാക്കിലേക്ക് പോകുമ്പോൾ ഈ ആൾക്കാരെ കൊടുക്കുന്ന ബിൽഡപ്പ് ഉണ്ടല്ലോ, ഇങ്ങനെയായിരുന്നല്ലേ നമ്മുടെ പൂർവികർ ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്നത് എന്ന് പറയുന്ന ഒരു സെറ്റപ്പ്. സോ അതൊക്കെയാണ് ഏറ്റവും ഉച്ചകോടിയിൽ നിൽക്കുന്ന ഫൈറ്റ് എന്ന് കണ്ടിരുന്ന ഒരു സ്പെക്ടേറ്റർ എന്ന രീതിയിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങൾക്ക് എന്താണ് തോന്നിയെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. സോ ലവും പവറും തമ്മിൽ മത്സരിച്ചപ്പോൾ എല്ലാ തവണയും യൂണിറ്റി ഓഫ് കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ലവ് ആണ് വിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓവർ പവർ ആൻഡ് ഹേറ്റ്രഡ്. സോ ഇത് തന്നെയാണ് എഴുത്തുകാരനായിട്ടുള്ള കിഷിമോട്ടോ ബാക്കിയുള്ള ആൾക്കാരിലേക്ക് തരാൻ ഉദ്ദേശിക്കുന്ന മെസ്സേജ്. നോ ഹെയ്റ്റ് ബ്രോ, അവോയ്ഡ് ഹേറ്റ്രഡ്. സോ ഇത്രയുമാണ് നമുക്ക് സാക്ഷാൽ ഗോഡ് ഓഫ് ഷിനോബി വേഴ്സസ് നമ്മുടെ ഗോസ്റ്റ് ഓഫ് ഉച്ചിഹ തമ്മിൽ നേർക്കുനേരുണ്ടായ യുദ്ധത്തിൻ്റെ ഔട്ട്കം എന്ന് നമുക്ക് വിധി എഴുതുവാൻ സാധിക്കുന്നത്. ഓഫ് കോഴ്സ് കാണുന്ന പ്രേക്ഷകരുടെ കയ്യിലാണ് ബാക്കിയുള്ള എല്ലാ കാര്യവും. എൻ്റെ പേഴ്സ്പെക്റ്റീവിൽ ഞാൻ പറഞ്ഞെന്നുള്ളൂ. ഇതിനോട് യോജിക്കുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്തേക്കുക, ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. നമ്മൾ തിരുത്തിയിട്ട് വീണ്ടും ഇതിൻ്റെ പാർട്ട് 2 അപ്ലോഡ് ചെയ്തേക്കാം നിങ്ങളുടെ കമൻസ് കൊണ്ട് തന്നെ. സോ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റ, വോയിസ് നെക്സ്റ്റ് വീഡിയോ. ടാറ്റ.